ചലച്ചിത്ര അക്കാദമിയുടെ തമ്പുരാൻ രഞ്ജിത്തിന്റെ വെറ്റിലച്ചെല്ലം എടുക്കേണ്ട ബാധ്യതയുണ്ടോ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിക്ക്? രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ മന്ത്രി രാജ്യത്തെ പ്രശസ്ത സംവിധായകൻ എന്ന് പ്രശസ്തി പത്രവും എഴുതുന്നു. പ്രശസ്തരുടെ കുറ്റങ്ങൾ മൂടിവെച്ചു കൊടുക്കപ്പെടുമെന്നതാണോ സർക്കാരിന്റെ മുദ്രാവാക്യം? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു അത്രേ. പരാതിക്കാരുണ്ടെങ്കിൽ കേസെന്നാണ് ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമ നടപടിയോട് സഹകരിക്കുമെന്ന് ബംഗാളി അഭിനേത്രി ശ്രീലേഖ മിത്ര പറയുന്നു. ഇനി ഒഴിഞ്ഞു മാറരുത്. സ്ത്രീപക്ഷ സർക്കാർ എന്ന അവകാശവാദം ഇപ്പോഴുമുണ്ടെങ്കിൽ ആർജവത്തോടെ നടപടിയെടുത്ത് കാണിക്കണം. ഇല്ലെങ്കിൽ സർക്കാരിനേക്കാൾ പവറുള്ള പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നാട്ടുകാർ കരുതും. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേസെടുക്കുമോ സർക്കാരെ? രഞ്ജിത്തിന്റെ രാജി കൊണ്ട് തീരുമോ? കേസെടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സജി ചെറിയാൻ ന്യായീകരിക്കുന്നത് എന്തിന്? ഈ ചർച്ചയിൽ ശ്രീ ജോഷി ജോസഫ്, അദ്ദേഹം ഡോക്യുമെന്ററി സംവിധായകനാണ്, ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട ആളാണ്. ഒപ്പം ശ്രീ എൻ അരുൺ, ചലച്ചിത്ര അക്കാദമി അംഗം, ഹരീഷ് വാസുദേവൻ, അഭിഭാഷകൻ, ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ്, എം ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ ജോഷി ജോസഫ്. ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തെ, ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണത്തെ രഞ്ജിത്ത് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി രേഖാമൂലം ഒരു പരാതി വരട്ടെ എന്നാണ്. രഞ്ജിത്ത് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഒരു ഓഡീഷന് വേണ്ടി അവർ വന്നു, അവരുടെ പ്രകടനം തൃപ്തികരമല്ല എന്ന് കണ്ട് അവരെ മടക്കി അയച്ചു എന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയം? ആ വർഷം തന്നെ 2009 തന്നെ അറിഞ്ഞ അതിൽ ഇടപെട്ട ആളെന്നുള്ള നിലയിൽ. ഏതായാലും ഈ ഓഡിഷൻ എന്ന തിയറി പുതിയ തിയറിയാണ്. കാരണം ഓഡിഷന് വേണ്ടിയിട്ട് അവരിവിടെ വരേണ്ട കാര്യമില്ല. നമ്മളും പുലിയെത്താൻ നടക്കുന്ന മനുഷ്യരല്ലല്ലോ, സിനിമയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. മാത്രമല്ല, ഞാൻ ഫിലിംസ് ഡിവിഷൻ്റെ മേധാവിയായി കൽക്കട്ടയിൽ ഇരിക്കുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക റോളിന് വേണ്ടിയിട്ട് ശ്രീലേഖ മിത്രയെ, കാരണം അവർ ശ്രീലേഖ മിത്രയുടെ അതിനു മുമ്പുള്ള റോളുകൾ കണ്ടിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് എന്ന് തീരുമാനിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിഷൻ തിയറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ശ്രീലേഖയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണം വന്നുകൊണ്ട് ഈ ഓഡിഷൻ ഇങ്ങനെയാണോ, രഞ്ജിത്ത് സ്കൂൾ ഓഫ് ഓഡിഷൻ, വളയിൽ പിടിക്കുക, മുടിയിൽ പിടിക്കുക, പിന്നെ അങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഒരു ഓഡിഷൻ തിയറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇതൊരു അടിസ്ഥാനരഹിതം ആയ സംഗതി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ തോട്ട് ന്യായീകരണമാണ്. ഇത് ആർക്കും തെറ്റുപറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴും ഇന്ന് പോലും ഞാൻ അവരുടെ കേട്ട ഒരു ഇൻ്റർവ്യൂവിൽ അവരൊരു ഇരയെ പോലെ സംസാരിക്കുന്നതേ ഇല്ല. He was a good looking man. He was very charming. Anybody could have fallen for him. But I was not in that zone. അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതായത് അല്പവും കൂടി ഇത്ര ആക്രാന്തം കാണിക്കാതെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു മലയാളി പുരുഷൻ്റെ അഹന്തയുടെ ഭാഗം കൂടിയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ല. അഥവാ ചിന്തിക്കുന്ന സ്ത്രീ ആണ് എങ്കിൽ പോലും അവരൊരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് സിഗ്നലാണ് എങ്കിൽ നിങ്ങൾ എഴുതിയ എല്ലാ കഥാപാത്രങ്ങളുടെയും മാടമ്പിത്തരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് രഞ്ജിത്ത് പറയും പോലെ തന്നെ ഞാനും പറയുന്നു, രഞ്ജിത്ത് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. തീർച്ചയായും രഞ്ജിത്ത് പറയുന്നത് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അടുത്ത് പെരുമാറേണ്ടി വന്നിട്ടേ ഇല്ല ഇവരുമായിട്ട്. ശങ്കർ രാമകൃഷ്ണൻ ഇവരോട് കൃത്യമായി നിങ്ങൾക്ക് റോളില്ല എന്ന് പറയുന്നു. അവർ മടങ്ങുന്നു. അവർ വേട്ടക്കാരിയാണ്, ഞാൻ ഇരയും എന്നാണ് ഒരു പത്രത്തോട് ഇന്ന് രഞ്ജിത്ത് പറഞ്ഞത്. അതെ, നല്ല ഡയലോഗാണ്, മാസ് ഡയലോഗാണ്. കാരണം അതിജീവിതയോടൊപ്പം ഇരയോടൊപ്പം എന്നെല്ലാം ഡയലോഗ് അടിച്ച ഡയറക്ടർക്ക് സ്വാഭാവികമായിട്ടും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ, ഇരയോടൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനാണ് ഇര എന്ന് വെച്ചാൽ എന്നോടൊപ്പമാണ് സർക്കാർ എന്നാകുമല്ലോ. കൊള്ളാം. യെസ്, അതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ, രഞ്ജിത്ത് രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നൊക്കെ മാധ്യമങ്ങളിൽ വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ മന്ത്രി പറയുന്ന രേഖാമൂലം പരാതി ഇല്ലാത്തത് കൊണ്ട് കേസെടുക്കില്ല എന്ന ന്യായം നിലനിൽക്കുന്നതാണോ? ഇതുവരെയും പറഞ്ഞത് ഒരു വ്യക്തിയും മുന്നോട്ട് വന്നിട്ടില്ല ഇങ്ങനെ ഒരു പരാതിയുമായി എന്നാണ്. ഇപ്പോൾ വ്യക്തി ഉണ്ട് എന്ന് മാത്രമല്ല, അവർ നൽകിയ അഭിമുഖങ്ങളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്, എനിക്ക് അവിടെ വന്ന് കേസ് നടത്താനുള്ള പാങ്ങോ പണമോ ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഞാൻ അതിനോട് സഹകരിക്കാമെന്ന് അസന്നിഗ്ധമായി ഈ അഭിനേത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ അവിടുത്തെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു ഫേസ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അവരോട് അനുഭവമുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഒരു നിയമ നടപടി ഉണ്ടായാൽ സഹകരിക്കാം എന്ന് പറയുന്നു.
പക്ഷേ രേഖാമൂലം പരാതിയുമായി ഇങ്ങ് വരട്ടെ എന്ന് സജി ചെറിയാൻ എന്ന കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി പറയുന്നു. ഒരു നിയമവിദഗ്ധൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് ഈ കേസിന്റെ കാര്യത്തിൽ തോന്നുന്നത്? ഒന്ന്, ഈ പരാതി ഉണ്ടെങ്കിലേ കേസെടുക്കൂ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം ആദ്യമായിട്ടായിരിക്കും ലളിതകുമാരി കേസിന് ശേഷം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലളിതകുമാരി കേസിന് മുമ്പ് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. കാരണം ചിലയിനം പരാതികൾ, ചിലയിനം ഇൻഫോർമേഷനുകൾ കേസെടുക്കേണ്ടതില്ല എന്നുള്ളൊരു സംശയം ഇന്ത്യയിൽ പൊതുവിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, പോലീസുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം, അന്ന് ക്രിമിനൽ CRPC 154 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻഫോർമേഷൻ എന്നായതുകൊണ്ട് ഈ ഇൻഫോർമേഷൻ കിട്ടിയാൽ പലപ്പോഴും കേസെടുക്കാറില്ല ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന. അതിനന്ന് സർക്കാരുകൾ അല്ലെങ്കിൽ പോലീസുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഇതൊരു ജെന്യുവിൻ ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് കേസെടുക്കാം എന്നാണ്. അപ്പോൾ പല പരാതികൾ വന്നാൽ പോലും അല്ലെങ്കിൽ പല ഇൻഫർമേഷൻ അറിഞ്ഞാൽ പോലും പോലീസിന് വേണ്ടത് മാത്രമേ പോലീസ് കേസെടുക്കുകയുള്ളൂ. അതിന് പറഞ്ഞിരുന്ന ന്യായം, ഞങ്ങൾക്കൊരു വിവേചനാധികാരമുണ്ട്, ഈ വിവേചനാധികാര പ്രകാരം പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതൊരു ജെനുവിനായ വിവരമാണോ എന്ന് അന്വേഷിക്കും. ഈ ജെനുവിനായ വിവരമാണെങ്കിൽ മാത്രമേ കേസെടുക്കുന്നുള്ളൂ. ഇൻഫോർമേഷൻ എന്ന് മാത്രമാണ് CRPCയിൽ ഉപയോഗിച്ചതെങ്കിലും അതൊരു ജെനുവിൻ ഇൻഫർമേഷൻ ആയിരിക്കണം എന്നാണ് പോലീസുകാർ സാധാരണക്കാരുടെ കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യമാണ് വാസ്തവത്തിൽ സുപ്രീം കോടതി ഏതാണ്ട് ഒരു 10-15 വിധിന്യായങ്ങൾ പരിശോധിച്ചുകൊണ്ട് അങ്ങനെയാണോ CRPC ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിച്ചത്. അതിൽ ലളിതകുമാരി കേസിൽ ഒരു പ്രധാനപ്പെട്ട പരിശോധന നടന്നത് FIR ഇടുന്നതിൻ്റെ പ്രസക്തി എന്തിനാണ് ഇൻഫോർമേഷൻ കിട്ടിയാൽ ഉടൻ FIR ഇടണം എന്ന് പറയുന്നത്? 2 കാര്യത്തിനാണ്. ഒന്ന്, അതിന് ഈ കുറ്റകൃത്യം നടന്നത് സൊസൈറ്റിക്കെതിരായിട്ടുള്ളത് കൊണ്ട് സൊസൈറ്റിയോടുള്ളൊരു കടപ്പാടുണ്ട്, അല്ലെങ്കിൽ പരാതിക്കാരോടുള്ളൊരു കടപ്പാടുണ്ട്. ഈ വിവരം സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് തെളിവുകൾ ശേഖരിക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ FIR ഇടണം. 2, ജുഡീഷ്യറിയോടൊരു പ്രോസസ്സുണ്ട്. കോഗ്നിസബിൾ ഒഫൻസിൽ FIR ഇട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലാണ് ആ FIR പോകുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കളക്ട് ചെയ്യുന്ന എവിഡൻസ് എല്ലാം കൊടുത്ത് മജിസ്ട്രേറ്റാണ് തീരുമാനിക്കേണ്ടത് ഇതുമായി മുമ്പ് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ക്ലോസ് ചെയ്യാമെന്ന് പോലീസ് പറഞ്ഞാൽ പോലും സമ്മതിക്കാൻ മജിസ്ട്രേറ്റിന് സാധ്യതകളുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കൂ. അന്ന് മുതൽ കേരളത്തിലെ CPM-നോട് ചായവുള്ള മുഴുവൻ പേരും ഒറ്റ പൊസിഷൻ എടുത്തിരിക്കുന്നു, ഇതാ പരാതി ഉണ്ടെങ്കിലേ കേസെടുക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് റൂൾ ഓഫ് ലോ നിലവിലുണ്ടായിരുന്ന ഒരു നാട്ടിലാണെങ്കിൽ ഈ മന്ത്രിയോട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഹൈക്കോടതി പറയുമായിരുന്നു. നമ്മുടെ ഹൈക്കോടതിക്ക് അത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. യെസ്, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഇന്നലെ ഈ പരാതിയുമായി വന്നാൽ സ്ത്രീകളെ, പെൺകുട്ടികളെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ ആരോപണവുമായി ഒരു യുവ നടി രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകർ കാണുന്നുണ്ടാവും, ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ശ്രീ M. ജയചന്ദ്രൻ, ഈ കാര്യത്തിൽ സർക്കാരിന് ഇത്ര ബേജാർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് രാവിലെ സാംസ്കാരിക മന്ത്രി രഞ്ജിത്തിനെ നിലവിട്ട് ന്യായീകരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ, തെറ്റ് ചെയ്യാത്ത ഒരാളെ എങ്ങനെയാണ് ക്രൂശിക്കാൻ പറ്റുക, അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംവിധായകനാണ്, ആകാശത്ത് നിന്നൊരു കാര്യം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ, രേഖാമൂലം ഒരു പരാതിയുമായി വരട്ടെ, രേഖാമൂലം ഒരു പരാതിയുമായി വന്നാൽ ഇരയ്ക്കൊപ്പം നിൽക്കാം, അത് ഞങ്ങൾ ഉറപ്പുവരുത്താം എന്നൊക്കെയാണ്. എന്താണ് ഈ സർക്കാരിന് പറ്റിക്കൊണ്ടിരിക്കുന്നത്? അഭിലാഷേ, ഈ കേസിൽ രഞ്ജിത്തിനുള്ള വിഷയത്തിൽ നടി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ കേസെടുക്കട്ടെ. കേസെടുക്കുന്നതിൽ ഒരു തകരാറുമില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഏതായാലും. അപ്പോൾ ഈ കേസെടുക്കുമ്പോൾ ഒരു പ്രശ്നം, ആരാണ് കേസെടുക്കുക, എവിടെയാണ് കേസെടുക്കേണ്ടത്, ആരാണ് നിർദ്ദേശം നൽകേണ്ടത്? വെറുതെ ഇപ്പോൾ സുമോട്ടോ കേസെടുക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്, സ്വമേധയാ കേസെടുക്കണം പോലീസ്. അപ്പോൾ അതിനാരെങ്കിലും നിർദ്ദേശിക്കണമല്ലോ. ഇപ്പോൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്, അത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം ആ സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് ജില്ലയിൽ എവിടെയോ ആയിരുന്നു, അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ എവിടെയോ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്. കേസെടുക്കാം. എവിടെയാണ്? എറണാകുളത്താണ്. പിന്നെ അവർ അഭിനയിക്കാൻ വേണ്ടി ലൊക്കേഷനിലേക്ക് പോയില്ലല്ലോ. ഓക്കെ, എങ്കിൽ എറണാകുളത്താണ്. ഓക്കെ, അപ്പോൾ അത് അവിടെയാണ്, എറണാകുളത്താണ് കേസ്. എറണാകുളത്ത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ SP-യുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ DGP-യുടെ നിർദ്ദേശപ്രകാരം SHO കേസെടുക്കണമെന്ന് വെക്കട്ടെ. കേസെടുക്കണം. കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ഹരീഷ് വാസുദേവനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്, പ്രാക്ടീസിങ് ലോയറല്ലേ അദ്ദേഹം, അറിയുമല്ലോ.
കേസെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ കേസ് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ചും ഒരു നടിയുമായി ബന്ധപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നടി എന്നുള്ളത് വിട്ടേക്കൂ, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, അവരതിൽ ഉറച്ചു നിൽക്കണം. കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ താൻ തയ്യാറാണെന്ന് അവർ പറയണം. അങ്ങനെ ആകുമ്പോൾ ആ കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും, FIR ഇട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക. അപ്പോഴാണ് FIR ഇടുക. ഇപ്പോൾ കേസെടുത്ത ഉടനെ FIR അല്ലല്ലോ ഇടുന്നത്, അതാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അനുമതിയോടുകൂടി ഒരു വനിതാ ഓഫീസർ ഉൾപ്പെടെ കൊൽക്കത്തയിൽ പോയി ഈ പറഞ്ഞ നടിയുടെ മൊഴിയെടുക്കണം, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാനും കഴിയും. FIR ഇടുക, അപ്പോഴാണ് FIR ഇടുക. FIR ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഈ FIRൻ്റെ ഘട്ടമല്ല, കേസിൻ്റെ ഘട്ടമായിട്ടുമില്ല. കേസെടുക്കുന്നെങ്കിൽ എടുക്കുക തന്നെ വേണം. അതിൻ്റെ അകത്ത് പിന്നെ ആരെങ്കിലും രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ മുമ്പിൽ വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്, അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടില്ല. രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്നുള്ള നിലപാട് ആർക്കാണുള്ളത്? സജി ചെറിയാനുണ്ടോ മന്ത്രിക്ക്? കേസെടുക്കാൻ പാടില്ല നിലപാടില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പിന്നെ പരാതി ഉണ്ടെങ്കിലേ കേസെടുക്കൂ എന്നുള്ള നിലപാട് മന്ത്രി വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. കാര്യം കേസെടുക്കാനുള്ള വകുപ്പുള്ള പിന്നെ സംഭാഷണമാണ് ഈ നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയറിലാണ് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു വരുന്നത്. അപ്പോഴാണ് FIRൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. പിന്നീടാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഘട്ടത്തിൽ FIR ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രഞ്ജിത്തിന് ആ പദവിയിൽ തുടരാൻ കഴിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ. ഇപ്പം ആരോപണം ഉണ്ടായി, അതുകൊണ്ട് രഞ്ജിത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജനാധിപത്യ വ്യവസ്ഥ നടക്കുന്ന ഇന്ത്യയെ പോലെ രാജ്യത്ത് ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയുടെ ഒരു സംഘടനയുടെ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിരിക്കുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് യുക്തിയില്ല. അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായവുമില്ല. പക്ഷേ ബംഗാളിൽ അഭിനേത്രിയായി അറിയപ്പെടുന്ന, അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റൻഷൻ ഇല്ല എന്ന് ബോധ്യമുള്ള ഒരു പ്രശസ്തയായ, അതും CPM-നോട് അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു അഭിനേത്രി ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ കൊല്ലം തന്നെ, അതായത് 15 കൊല്ലം മുമ്പ് തന്നെ, ഇത് നടന്ന സമയത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കൽക്കത്തയിൽ പോയി താമസിക്കുന്ന പ്രശസ്തനായ ഡോക്യുമെന്ററി മേക്കർ ശ്രീ ജോഷി ജോസഫ് പറയുന്നു. അത് തന്നെ നമുക്ക് വളരെ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടി പരിചയമുള്ള ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കാൻ ഒരു ന്യായവുമില്ല എന്നിരിക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് അന്വേഷണത്തിന് വിധേയമാവുക എന്നുള്ളതല്ലേ സാമാന്യമായി സംഭവിക്കേണ്ട കാര്യം? അല്ല അഭിലാഷ, ഞാൻ ഈ കാര്യത്തിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രഞ്ജിത്തിൻ്റെ എതിർഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ പക്ഷത്തു നിന്നല്ല സംസാരിക്കുന്നത്, രഞ്ജിത്തിൻ്റെ എതിർഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ ഇതാണ്, അത് പറഞ്ഞല്ലേ കഴിയൂ. അതാണ് ഞാൻ പറയുന്നത്. രഞ്ജിത്തിനെ പോലുള്ള പിന്നെ ഒരു കലാകാരനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. അത് വേറെ കാര്യം. പക്ഷേ ഉണ്ടായി. അത് ബംഗാളിലെ നടിയാണോ കേരളത്തിൽ നടിയാണോ നമ്മുടെ മുമ്പിൽ ഉള്ള നടിയാണോ എന്നുള്ള പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചോളം. ശരി, ഓക്കെ. എന്നെ സംബന്ധിച്ചോളം ഉള്ളത് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണെന്നാണ് എൻ്റെ പരിമിതമായ ഒരു ബോധ്യം. ആ ബോധ്യമാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. ശരി, ഓക്കെ, ആവട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മന്ത്രിയുടെ പ്രശ്നം രേഖാമൂലം ഒരു പരാതി ഇല്ലല്ലോ, ടെലിവിഷനിൽ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ വിശദീകരിക്കുന്നത് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, മലയാളി പോലീസ് സംഘം കൊൽക്കത്തയിൽ പോകണം, അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിന് മുമ്പിലുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത്, ഞാൻ അഭിലാഷ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ടേ. ഒറ്റ കാര്യം പറഞ്ഞോ. അല്ല, ഇത് കൊൽക്കത്തയിൽ പോകണം എന്നുള്ളതിനെ ചേർത്ത് പറയാനൊരു കാര്യമാണുള്ളത്. ഇതൊന്നും വേണ്ട, കൊൽക്കത്തയിൽ പോകണ്ട. അവർക്ക് ഈ നടിക്ക് അവിടെ നിന്നൊരു ഇമെയിൽ അയച്ചാൽ മതി. അപ്പോൾ പ്രശ്നം വേറെ, ചർച്ച നമ്മുടെ വേറെ രൂപത്തിലേക്ക് മാറും. ഒരു പരാതി അയക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാവും ചോദ്യം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയും അവർക്ക് ചെയ്യാം. ശരി, അതുകൂടെ ഞാൻ ചേർത്ത് പറയായിരുന്നു, ഇതിനോട് ചേർത്ത്. ശരി, ഓക്കെ, പറയും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയും. ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് താൻ രഞ്ജിത്തിനെതിരായിട്ടാണ് വാദിക്കുന്നതെന്ന് പറയുന്നതും സംസ്ഥാന സർക്കാർ ഇരകൾക്കൊപ്പമാണെന്ന് പറയുന്നത് ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിച്ചു.
ഏറ്റവും ആദ്യം ഹേമ കമ്മിറ്റിയുടെ ഒരു കത്തിനെ ജസ്റ്റിസ് ഹേമയുടെ ഒരു കത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഉർവശി ശാപം ഉപകാരം വന്നതുപോലെ കോടതി സീൽ ചെയ്ത കവറിൽ ഈ റിപ്പോർട്ട് പരിപൂർണമായും കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മന്ത്രിയൊക്കെ കുട്ടി ഓടിച്ചുകൊണ്ട് അതിനെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോ അത് ചർച്ച ചെയ്യുന്നതിനോ ഈ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്ന് തുടരെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു സാഹചര്യം, ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടന്റും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവും ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇപ്പോൾ ബംഗാളിൽ നിന്നും ഒരു പ്രമുഖ നടി അവരുടെ ദുരനുഭവം വളരെ കൃത്യമായി പറഞ്ഞു. നമുക്ക് ആ സിനിമയുടെ പലേരി മാണിക്യം ഒരു പാതിര പീഡനം എന്ന് പുനർനാമകരണം ചെയ്യാവുന്ന ഒരു സിനിമ. ആ സിനിമയിലേക്ക് നടിയായി വന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ കേരളത്തിലേക്ക് വരുന്നു. അവർ ഇപ്പോൾ അതിൻ്റെ മധ്യസ്ഥരായിട്ട് നിന്ന ശ്രീ ജോഷി ജോസഫ് ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു. അവർ അങ്ങനെ ഇവിടെ വന്നു, ആ സിനിമയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു. അവർ വന്ന ദിവസം തന്നെ അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ അവരെ പറയുന്നത് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത്, അത് ശാരീരികമായി പോലും കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകൻ. ആ സംവിധായകനെക്കുറിച്ച് അന്ന് അവർ ഇവിടെ വരാനിടയായ സാഹചര്യവും അവരുടെ അന്നത്തെ ഫാമിലിയിലുണ്ടായ പ്രത്യേക സാഹചര്യവും ഒക്കെ അവർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെല്ലാ ചാനലിലും പറഞ്ഞത് ശ്രദ്ധിച്ചു. അവർ ഓരോ ചാനലിലും പ്രത്യേകമാണ് എനിക്ക് കൊടുത്തത്. പക്ഷേ ഇതെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്, നമുക്ക് കൺവിൻസിംഗ് ആയി അവർ പറയുന്നുണ്ട്. അവർ ഈ വിവാദം കേട്ടുകൊണ്ട് കേരളത്തിലൊരു വിപ്ലവം ഉണ്ടാകട്ടെ എന്ന് കരുതി വന്നയാളല്ല. അവരവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. അവരെത്രമാത്രം CPM വേണ്ടി അവിടെ പ്രചാരണത്തിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് രഞ്ജിത്തിനോടുള്ള പൊളിറ്റിക്കൽ റൈവലറി കൊണ്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു ദുരനുഭവം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പങ്കുവെക്കാനിടയാ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച് അവർ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. അത് എൻഡോസ് ചെയ്തിരിക്കുന്നു ശ്രീ ജോഷി ജോസഫും ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും അതുപോലെ ഒരു പ്രമുഖ എഴുത്തുകാരിയുമൊക്കെ സാക്ഷികളായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ നിയമത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെയാണ് FIR ഇടേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഞാനൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. FIR ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ അല്ലെങ്കിൽ നിരന്തരമായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് FIR ഇടുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിന് മാത്രമായി ഇപ്പോൾ ബംഗാളിലെ ഒരു നടി കൊടുത്താൽ മാത്രം FIR ഇടുന്നതിന് പ്രത്യേക നിയമം വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ FIR ഇട്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ഞാൻ ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി, നമ്മളത് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഹേമ കമ്മിറ്റി താൽക്കാലികമായി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ വീണ്ടും ഹേമ കമ്മിറ്റിയിലേക്ക് മടങ്ങി പോകേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇവിടെ CPM-ഉം സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, AK ബാലൻ ഉൾപ്പെടെ, ഇപ്പോഴത്തെ സജി ചെറിയാൻ ഉൾപ്പെടെ മുഴുവൻ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത് ആരാണ് പരാതിക്കാർ, എന്താണ് അവരുടെ പരാതി, എവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകളുണ്ടോ. അത് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും 96ാമത്തെ പാരഗ്രാഫ് കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായി മൊഴിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പെൻഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകളുടെ പ്രിൻ്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറയുമ്പോഴും ആരാണെന്നും ഏതാണെന്നും ഇല്ലാത്ത പരാതി ആകാശത്ത് നിന്ന് എങ്ങനെയാണ് FIR ഇടുന്നത് എന്ന് ചോദിച്ച AK ബാലനെ പോലെ ഉള്ളവരുടെ മുമ്പിലേക്കാണ് ഇടുത്തി പോലെ ഈ തരത്തിലൊരു മൊഴി വരുന്നത്. എന്നാണ് സംഭവിച്ചതെന്നും എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നും ആരാണ് പ്രതിസ്ഥാനത്തെന്നും ആരാണ് വാദിയെന്നും അതിന് ആരൊക്കെ സാക്ഷിയുണ്ട് എന്നും ക്രിസ്റ്റൽ ക്ലിയറായി ഒരു സ്ത്രീ പറഞ്ഞിട്ട്, ഒരു സിനിമാ പ്രവർത്തക പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്ര കഴിഞ്ഞു? ഒരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ഈ 15 അംഗ എന്തൊരു സംഘമാണ്, ഗൂഢസംഘം, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘമുണ്ടല്ലോ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. ആ സംഘത്തിലെ അംഗമാണോ ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് എനിക്കറിയില്ല. ആയേക്കാം, അല്ലാതിരിക്കാം. ഏതായാലും ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ അനുഭവവും അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സാക്ഷി നമ്മുടെ മുമ്പിലിരിക്കുകയല്ലേ ശ്രീ ജോഷി ജോസഫ്. ഇവർക്കൊക്കെ അന്ന് തന്നെ ഇത് അറിയാമായിരുന്ന വിഷയത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ വ്യക്തമായി കേരളീയ സമൂഹത്തോട് എങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഈ മന്ത്രി എന്തായി പറയുന്നത് ഇന്ന് രാവിലെ? അതിരാവിലെ ഞാൻ ഒരു യാത്ര പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇത് കേട്ടത്, ലൈവ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിൽ, രഞ്ജിത്ത് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, കലാകാരനാണ്. അങ്ങനെയുള്ള ആൾക്ക് പീഡനമാകാമെന്നാണോ? അങ്ങനെയുള്ള ആൾ പീഡനം നടത്തിയാൽ അദ്ദേഹം പ്രതിയാകില്ലെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? ഭരണഘടന കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ മന്ത്രിയിൽ നിന്ന് ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മന്ത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ്, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം എന്താ? ഇപ്പോഴും നാഴിക 40 പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീപക്ഷ സർക്കാർ, അല്ലേ? സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുകയും
ആ സർക്കാരിന്റെ ഗോൾ പോസ്റ്റുകൾ ഓരോ നിമിഷവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. എവിടെ വാദി എന്ന് ചോദിക്കുമ്പോൾ, എവിടെ സാക്ഷി എന്ന് ചോദിക്കുമ്പോൾ, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ അതെല്ലാം കൃത്യമായി പറയപ്പെടുമ്പോൾ ഇതല്ല, ഇനി പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ചതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുക, ഇനി പോലീസ് അന്വേഷിച്ച് അത് തീരുമാനമാകട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് പറയുന്ന ഈ നിലപാടിനെ നമുക്ക് മറ്റേ പരിപാടി ഉണ്ടെങ്കിൽ തലേന്നേ പറയണമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ത്രീ വിരുദ്ധ സർക്കാരാണ്. ഈ നയങ്ങളും നടപടികളും എല്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. അതുകൊണ്ട് തന്നെ ശ്രീ രഞ്ജിത്ത് അടിയന്തരമായി അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകണം. സ്ത്രീവിരുദ്ധ പരാമർശമാണ്. രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു തരത്തിൽ ഇത്തരത്തിൽ ഇൻസൾട്ടിന് വിധേയമായ ഒരു സ്ത്രീ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നതല്ല ശരി, കലാകാരനാണ്, അദ്ദേഹത്തിന്റെ കാര്യത്തെ തെളിയിച്ചു അഗ്നിശുദ്ധി വരുത്തി വരട്ടെ എന്നൊക്കെ പറയുന്ന മന്ത്രിയെ സംബന്ധിച്ച് സ്ത്രീവിരുദ്ധ പരാമർശമായി മാത്രമേ അതിനെ കണക്കാക്കാനാകൂ. അതുകൊണ്ട് അദ്ദേഹവും രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ശ്രീ ജോഷി ജോസഫ്, ഒന്ന് മന്ത്രി പറയുന്നത് രേഖാമൂലമുള്ള ഒരു പരാതി വേണം എന്നുള്ളതാണ്. ശ്രീലേഖ മിത്ര ഇന്നലെ അഭിമുഖങ്ങൾ നൽകിയപ്പോൾ പറഞ്ഞ കാര്യം, നിയമ നടപടിയുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഞാൻ അതിന് കഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ എന്നോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാൻ സന്നദ്ധയാണ്, നിയമ നടപടിയുമായി സഹകരിക്കുമെന്നും പറയുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനൊരു പരാതി കംപ്ലൈന്റ് റൈസ് ചെയ്യാൻ ഒരു ഇമെയിൽ മുഖേനയോ മറ്റോ ഒരു പരാതി റൈസ് ചെയ്യാൻ അവർ തയ്യാറാകുമോ? എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? ഈ രീതിക്ക് പോയാൽ തയ്യാറാകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നുകൂടി ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടത് വേറൊരു സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ആക്രാന്തം കാണിക്കാതെ ആയിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറൊരു രീതിയിലായിരുന്നു ഇതിനോട് പ്രതികരിക്കുമായിരുന്നു എന്ന് ഒരിക്കലും ഒരു ഇര പറയില്ലാത്ത ഒരു കാൻഡിഡായിട്ടുള്ള ഒരു ആർട്ടിക്കുലേഷനാണ്. ഇങ്ങനെ ഇത്രയും സഹജവും ഇത്രയും ഓപ്പണുമായി സംസാരിക്കുന്ന ഒരാൾ ഞാൻ ഇന്ന് കേട്ടതിൽ നിന്നും ഒരു സോറി പറഞ്ഞാൽ മറക്കാവുന്നതും ക്ഷമിക്കാവുന്നതും ഉള്ളൂ എന്നാണ് ഇതുവരെ അവർ കൊടുത്തിട്ടുള്ള സിഗ്നൽ. പക്ഷേ നമ്മുടെ ഹിംസ എന്ന അർത്ഥത്തിൽ പറയുകയാണ്, നമ്മുടെ അസാംസ്കാരിക മന്ത്രി എഴുതിത്തരട്ടെ ശരിയാക്കി തരാം എന്ന് പറയുന്നു, എഴുതി തന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നു എങ്കിൽ അത് എഴുതി തന്നെ മേടിക്കേണ്ടി വരും. കാരണം ഇലക്ട്രോണിക് എവിഡൻസും ടെലിവിഷന് കൊടുക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസും ഒരു എവിഡൻസാണ്. അതെല്ലാം ഒരു കടലാസിൽ തന്നെ വേണം, എന്നാലേ പുറത്തു പോകൂ എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചവരെ ഞാൻ രഞ്ജിത്തിനെ എൻ്റെ പഴയ ചങ്ങാതി എന്ന് വിളിച്ചിട്ടില്ല, എൻ്റെ ചങ്ങാതി എന്നാണ് വിളിച്ചത്. അപ്പോൾ രഞ്ജിത്ത് പക്ഷേ എൻ്റെ പഴയ ചങ്ങാതി ജോഷി ജോസഫ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ശ്രീലേഖ മിത്രയോട് ഒരു കടലാസിൽ എഴുതി തരണമെന്നോ ഇവിടെ വരണമെന്നോ ഒക്കെ പറഞ്ഞാൽ തീരാവുന്ന സൂക്കേടേ ഉള്ളത്. അല്ല, ഇന്ന് അവർ തന്നെ ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ സോറി പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പറ്റിപ്പോയി ക്ഷമിക്കണം എന്നൊരു വാക്ക് താങ്കൾ സോക്കോൾഡ് പഴയ സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്കെല്ലാം എന്തെല്ലാം തെറ്റുകൾ പറ്റി കാണും. നന്മതിന്മകളുടെ വൃക്ഷം ആണല്ലോ മനുഷ്യൻ. ഒന്ന്, ഈ കഴിഞ്ഞ 15 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആളല്ലോ നമ്മുടെ മുമ്പിലിരിക്കുന്ന രഞ്ജിത്ത്. അപ്പോൾ അവരും അതുപോലെ തന്നെ മാറിയിരിക്കുന്നു. ഒരു സോറി പറഞ്ഞാൽ തീരുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഒരു ക്ഷമാപണം എന്നതിനപ്പുറം ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തോട്, പ്രത്യേകിച്ച് നമ്മൾ ബംഗാളി സംസ്കാരത്തോട് നമ്മൾ പുലർത്തുന്ന ഒരു ബഹുമാനവും നമ്മുടെ ഒരു അപ്രോച്ചും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു മലയാളി സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്ന് ഒരു സോറി പറയേണ്ടതുണ്ട്. അതിന് പോലും കഴിയുന്നില്ല എങ്കിൽ ഒരു കടലാസ് തന്നെ വേണം എങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. അതിനൊരുപാട് ഫോൺ കോളുകൾ ഞാനിന്ന് ഉച്ചവരെ എൻ്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനായിട്ട് ഇതിനൊരു നിമിത്തമാകരുത് എന്ന് കരുതി. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവുകയും ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറാകുന്നു. ഞാൻ പറഞ്ഞ രണ്ടാം സാക്ഷി, മലയാളത്തിലെ പ്രമുഖയായ ഒരു എഴുത്തുകാരി, ഇതുവരെ മൗനം ഭഞ്ജിച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് 10-15 വർഷം മുമ്പ് അറിയാവുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നുണയാണെന്നെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കൂട്ടായിട്ട് ഒരു സാംസ്കാരിക ചിഹ്നം എന്ന രീതിയിലെങ്കിലും ഒരു മാപ്പ് പറയേണ്ടതാണ്. യെസ്, ഓക്കെ.
ശ്രീ എൻ അരുൺ, താങ്കൾ ചലച്ചിത്ര അക്കാദമി അംഗമാണ്, താങ്കളുടെ ചെയർമാനാണ് രഞ്ജിത്ത്, താങ്കൾ AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. രഞ്ജിത്ത് രാജിവെക്കുന്നത് വരെ സമരം എന്ന് AIYF പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, ആ സർക്കാരിൻ്റെ ഭാഗമാണ് താങ്കളുടെ പാർട്ടി. ഇത് ആരോടാണ് ആവശ്യപ്പെടുന്നത്? രഞ്ജിത്ത് സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ AIYF സമരം എന്നാണോ, അതോ സർക്കാരിനോട് രഞ്ജിത്തിനെ മാറ്റാൻ ആവശ്യപ്പെടുമോ? അങ്ങനെ ഒരു സമരപ്രഖ്യാപനമൊന്നും AIYF നടത്തിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റാരോപിതനായിട്ടുള്ള അക്കാദമി ചെയർമാൻ മാറി നിന്നുകൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഈ വിഷയം അത്രമേൽ സങ്കീർണമാണ്, അത്രമാത്രം ഗൗരവകരമാണ്, അപമാനകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് മാറി നിന്നുകൊണ്ടായിരിക്കണം. അതൊരു മാതൃകയാണ്, ഇതിനു മുമ്പ് നമ്മൾ പുലർത്തിയിട്ടുള്ള മാതൃകയാണ്, കേരളം പുലർത്തിയിട്ടുള്ള നമ്മുടെ അന്തസ്സാണ്. അതുകൊണ്ട് തന്നെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് മര്യാദ. അല്ല, അദ്ദേഹം മാറിയില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാമല്ലോ. ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചില്ലെങ്കിൽ AIYF പ്രത്യക്ഷ സമരത്തിലേക്ക്, AIYF-ന്റെ തന്നെ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ സമരം ചെയ്യുകയാണ് അരുൺ. എന്തുകൊണ്ടാണ് സർക്കാരിന് സ്ത്രീപക്ഷ സമീപനം എടുക്കാൻ കഴിയാത്തത്? ഇങ്ങനൊരു ആക്ഷേപം വന്നു, ആക്ഷേപം വന്ന ആൾ മാറി നിൽക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, ഇതാണല്ലോ എടുക്കേണ്ട സമീപനം. അതെടുക്കുന്നേ ഇല്ല സർക്കാർ, അത്ഭുതകരമാണ്. അത് സർക്കാർ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തീരുമാനം അങ്ങനെ തന്നെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ച് ഞങ്ങളുടെ ഒരു ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു, ഒരു ചർച്ചയുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചയിൽ ഉയർന്ന ഒരു അഭിപ്രായം, നിങ്ങളുടെ മീഡിയ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഉയർന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രഞ്ജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടക്കും എന്നാണ് കരുതുന്നത്. അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിനൊരു ചരിത്രമുണ്ടല്ലോ, നമ്മുടെ നമ്മുടെ ഒരു അന്തസ്സുണ്ടല്ലോ. മന്ത്രിമാർ വരെ മാറി നിന്ന് അന്വേഷണത്തെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അത് തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്, എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഈ സൂചിപ്പിച്ച പോലെ അത്തരം ഒരവസ്ഥയിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഹരീഷ് വാസുദേവൻ, ഒരു ബംഗാളി ചലച്ചിത്ര പ്രവർത്തക, ഇന്നലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്ന് മലയാളത്തിലുള്ള ഒരു നടി മോഡലിംഗ് ചെയ്തിരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ വ്യക്തിയെക്കുറിച്ചാണ്, സിദ്ദിഖിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. സർക്കാർ അല്ലെങ്കിൽ സിനിമാ മന്ത്രി ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമല്ലേ, തെളിവ് വരട്ടെ, രേഖാമൂലമുള്ള പരാതി കിട്ടട്ടെ, ഞങ്ങൾ ആക്ട് ചെയ്യാം, സ്ത്രീപക്ഷത്താണ് ഞങ്ങൾ, ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ സ്ത്രീപക്ഷത്താണെന്ന് മുഖ്യമന്ത്രി പറയുന്നു, സർക്കാരിലെ മന്ത്രിമാർ പറയുന്നു, സാംസ്കാരിക മന്ത്രി പറയുന്നു. പക്ഷെ ഈ മട്ടിലാണ് കാര്യങ്ങൾ എന്ന് വരുന്നത്. എങ്ങനെയാണ് ഗുണകരമാവുക? അഭിലാഷ്, ഞാൻ പറഞ്ഞല്ലോ, CRPC-യിലെ 12ാമത്തെ അധ്യായത്തിലാണ് ഈ ഒഫൻസിനെ പറ്റി പറയുന്നത്. പുതിയ നാഗരിക് സുരക്ഷയ്ക്ക് 2023 പുതിയ നിയമത്തിനടുത്ത് അത് 13ാമത്തെ അധ്യായത്തിലാണ്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞതിന് വ്യക്തിപരമായിട്ടത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എനിക്കിങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാ പോലീസുകാരനോട് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ 154 അനുസരിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ആ ഇൻഫർമേഷൻ ഇലക്ട്രോണിക് ആവാം, ഏത് രൂപത്തിലും ആവാം, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് കേസെടുത്തതിന് ശേഷമാണ് ഈ മൊഴി എടുക്കുക. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് FIR എങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് FIS. ഇത് രണ്ടും കൂടെ ചേർന്നാണ് കോടതിയിലേക്ക് പോവുക. ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പശ്ചിമ ബംഗാളിലുള്ള ഒരാളോട് നമുക്ക് സൂമിൽ വരാൻ ആവശ്യപ്പെടാം. അവരുടെ ഒഫീഷ്യൽ അവരുടെ ഫോണിൽ വിളിച്ചു ചോദിച്ചിട്ട്, അവരുടെ ഇമെയിൽ ID ചോദിച്ചിട്ട്, അവർക്കൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് സൂമിൽ വരാൻ ആവശ്യപ്പെടാം. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങോട്ടേക്ക് അയക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാം. ഇതൊക്കെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ഘട്ടത്തിലാണ്. പരാതിക്കാരി എന്ന് പറയുന്നൊരു സംഗതി ക്രിമിനൽ കേസുകളിൽ ഇല്ലെന്നേ. സ്റ്റേറ്റാണ് പരാതിക്കാരൻ. ഏത് കേസും ആയിക്കോട്ടെ, ദിലീപിൻ്റെ കേസിൽ ആരാ പരാതിക്കാർ? സ്റ്റേറ്റാണ്. എല്ലാ പ്രോസിക്യൂഷനിലും സ്റ്റേറ്റാണ് പരാതിക്കാർ. അപ്പോൾ ഇത് ഒരു നെറേഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളം പറയില്ല എന്നും കേരളത്തിലെ സാംസ്കാരിക മന്ത്രി കള്ളം പറയില്ല എന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട്. അവരെ മുഴുവൻ കുറേ കാലത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ആരുടെ ചെലവിൽ? ഇവർ പുറത്തിരുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഇത് എൻ്റെ കൂടി പൈസയ്ക്ക് ശമ്പളം മേടിച്ചിട്ട് ഇന്ന് സാംസ്കാരിക മന്ത്രി ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന വണ്ടി എൻ്റെ കാശ്, അദ്ദേഹം ഇരിക്കുന്ന ഓഫീസ് എൻ്റെ കാശ്, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതിന് സർക്കാർ ചെലവിടുന്ന പണം മുഴുവനും എൻ്റെയും നിങ്ങളുടെയും നികുതി പണം. ഇതിനകത്തിരുന്നിട്ട് ഒരു സാംസ്കാരിക മന്ത്രി ഈ പറയുന്ന ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ ഇതിനകത്ത് മറ്റൊരു, ഇപ്പോൾ ജോഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമുക്കൊരു കൾച്ചറില്ലേ,
ഈ കൾച്ചറിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചറൽ മിനിസ്റ്ററെ വെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്കാരം ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണോ കേരളത്തിലെ സാംസ്കാരിക മന്ത്രി എന്ന കാര്യം സർക്കാർ പരിശോധിക്കണ്ടേ? കേരളത്തിലെ സാംസ്കാരിക മന്ത്രിക്ക് കേരളത്തിൻ്റെ സംസ്കാരം റിഫ്ലക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യം പോലും അല്ല പറയേണ്ടത്. ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ നിയമവും തത്വമൊക്കെ പറയാം. നമ്മുടെ സംസ്കാരം ഇത്തരത്തിലുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു മന്ത്രി, റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു മന്ത്രി, ഈ മന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ് സ്ത്രീകൾ കണക്കാക്കേണ്ടത്? ഇന്ത്യയിലെ സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്. ഞാനും അഭിലാഷും നാളെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പശ്ചിമ ബംഗാളിലെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഇന്ന് ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു, അവരെന്നോട് ചോദിക്കുകയാണ് ഈ ഇതിനെപ്പറ്റി, കേരളത്തിൻ്റെ ഇതിനെപ്പറ്റി അവരുടെ ഓൺലൈനിൽ വായിച്ചിട്ട് എനിക്ക് ലജ്ജ തോന്നി അവരോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. എനിക്ക് ഈ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ല ഈ മന്ത്രിയായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ കൂടി വോട്ട് ചെയ്ത ഒരു സർക്കാരാണ് കേട്ടോ ഇപ്പം ഭരിക്കുന്നത്, അത് പറയണമല്ലോ. പക്ഷേ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ല ഈ സംസാരിക്കുന്നത്. എൻ്റെ സാംസ്കാരിക മന്ത്രിയും ഇങ്ങനെയല്ല, എൻ്റെ സംസ്കാരവും ഇങ്ങനെയല്ല. ഒരു ആവറേജ് മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സംസ്കാരം റിഫ്ലക്റ്റ് ചെയ്യാനാണ് ഞാൻ സാംസ്കാരിക മന്ത്രി തിരഞ്ഞെടുത്തതെങ്കിൽ അതല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ആ കുട്ടി ആ സ്ത്രീ സംസാരിക്കുന്നത്. അവർ നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അഭിലാഷ് പറഞ്ഞു. ഒഫൻസ് നടന്ന സ്ഥലം അറിയാം, സമയം അറിയാം, ആരാണ് ചെയ്തതെന്നറിയാം, ആരാണ് പരാതിക്കാരിയായി FIS എടുക്കാൻ റെഡി ആയിരിക്കുന്നത് അറിയാം. എന്താ FIR എടുക്കാത്തത്? ഇവരാരും ഏതെങ്കിലും സമയത്ത് എന്നെ തോണ്ടി പിച്ചി മാന്തി എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. സ്പെസിഫിസിറ്റിയോടുകൂടിയാണ് പറയുന്നത്, വിത്ത് സോളിഡ് പ്രൂഫ്. കേരളത്തിൽ ഇത്രയധികം സമരങ്ങൾ നയിച്ചിട്ടുള്ള അഗസ്റ്റിൻ പൊട്ടോളി ആയാലും അല്ലെങ്കിൽ ജോഷി ജോസഫ് ആയാലും കേരളത്തിൻ്റെ അഭിമാനമാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്, ഒരു സംവിധായകനാണ്. എങ്ങനെയാണ് ഈ പറയുന്നത്? ഇതെല്ലാം കള്ളമാണെന്നാണോ പറയുന്നത്? നാളെ ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാദം പറയുന്നതെന്നും കൂടി അഭിലാഷ് ആലോചിച്ച് നോക്കൂ. നാളെ രേഖാമൂലം എഴുതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, രാജിവെക്കുന്നത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. FIR ഇട്ടാൽ പറയും കുറ്റപത്രം വന്നാൽ മാത്രമേ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റൂ, അതുവരെ ആരോപണ വിധേയൻ മാത്രമാണെന്ന് പറയും. കുറ്റപത്രം വന്നാലോ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്, നമുക്ക് കോടതിയിൽ വിധി വരട്ടെ എന്ന് പറയും. ഇങ്ങനെ ന്യായീകരണങ്ങൾ എത്ര വേണമെങ്കിലും പറയാം. ചോദ്യം ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയെടുത്ത് ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാം, പരാതിക്കാരുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു നിർത്തിയെടുത്തെന്ന് സാംസ്കാരിക മന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് വേണമോ 52 സ്ത്രീകൾ കമ്മിറ്റിക്ക് മുമ്പായ മൊഴി കൊടുത്ത ആളുകൾ ഇനി ഇത് വിശ്വസിച്ചിട്ട് വേണമോ പുറത്തു വരാൻ? അതുകൊണ്ട് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പ്രവൃത്തി സർക്കാർ നടത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ശരി. കാരണം നമ്മൾ ഭരണഘടനയെ പറ്റി പറയുന്നു, ഓടി നടന്ന് ഭരണഘടനാ അവകാശങ്ങളെ പറ്റി ആളുകളോട് പറയുന്നു. ഇതൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് ഇത് കേട്ടിട്ട്. ഇതൊക്കെ ഈ അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് ഒന്നുമില്ല. ഈ സർക്കാർ ഈ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നത്, അതിനുവേണ്ടി സർക്കാർ പണം ചെലവിട്ട് ഭരണഘടന ലംഘിച്ചുകൊണ്ട് ആളുകൾക്ക് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ സാംസ്കാരിക മന്ത്രി കാണിക്കുന്നത്? അല്ലേ? ഫിയർ ഓർ ഫേവർ ഇല്ലാതെ, ഒരാളോടും ഫിയർ ഓർ ഫേവർ ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് രഞ്ജിത്തും വേണ്ടി വാദിക്കുകയല്ലേ ചെയ്യുന്നത്? രണ്ടുപേരുടെയും മന്ത്രിയാണ് അദ്ദേഹം. ശരി. പരാതിക്കാരുടെയും ആരോപണ വിധേയന്റെയും മന്ത്രിയാണ്. പക്ഷെ ആരോപണ വിധേയന്റെ കൂടെ നിൽക്കുകയാണ്. തീർച്ചയായും അതൊരു വലിയ പ്രശ്നമാണ്. ശ്രീ M. ജയചന്ദ്രൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് ഇതുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് മലയാളികൾ TV വെക്കുമ്പോൾ അതിൽ സാംസ്കാരിക മന്ത്രി ആരോപണ വിധേയനെക്കുറിച്ച്, ഇദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തനായ സംവിധായകനല്ലേ, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാതെ നമുക്ക് ക്രൂശിക്കാൻ കഴിയുമോ എന്നൊക്കെ ആരോപിതനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചു, ആരോപണം തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ കേസിൽ പ്രതിയാവാതെ എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുക എന്ന്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണല്ലോ. വളരെ ഗുരുതരമായ ഒരു ആരോപണം ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉന്നയിച്ചിട്ട് അദ്ദേഹം ഇനി സാങ്കേതികമായി കേസിൽ പ്രതിയാകാൻ കാത്തു നിൽക്കുകയാണോ? പണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരു ചക്ക പഴുത്തു കഴിഞ്ഞാൽ അത് സമയത്ത് പറിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ തൂങ്ങി നിൽക്കും, അതിൽ വന്ന് കാക്ക കൊത്തും, അപ്പോൾ അതിലൊരു ഓട്ടയാവും, അത് പകുതി വീണ്ടും പഴുത്തത് ചെയ്യും, ലാസ്റ്റ് ഒടുവിൽ അത് പൊത്തോ എന്ന് താഴെ വീഴുമ്പോൾ ഒരവസ്ഥ ഉണ്ടല്ലോ, കൂവീച്ചയൊക്കെ ആർക്കുന്ന. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എന്തിനാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? ഇനിയും കേരളത്തിലുള്ള സ്ത്രീകൾ, ജനങ്ങൾ എല്ലാവരും ആക്ഷേപിച്ച് പരമാവധി പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോകാം എന്ന് വെച്ചിരിക്കേണ്ട പദവിയാണോ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം? അഭിലാഷ്, ഞാൻ എൻ്റെ അഭിപ്രായം താങ്കൾ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യാനുള്ള കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. ഇപ്പോഴും അതിൽ നിന്ന് ഞാൻ മാറിയിട്ടുമില്ലല്ലോ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പോൾ ഹരീഷ് പറഞ്ഞതുപോലെ FIS എടുക്കണം. അതിനുശേഷമാണല്ലോ ബാക്കി നടപടികൾ വരുന്നത്.
പിന്നീടാണ് FIR വരുന്നത് എന്നാണ് എൻ്റെ പരിമിതമായ ബോധ്യം എന്നാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത്. FIR ഇട്ടിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ കഴിയില്ലല്ലോ. അത് അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ അത് initiate ചെയ്യാം, propagate ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ FIR ഇട്ടിട്ടാണ് FIS എടുക്കേണ്ടത്. പ്രഥമ വിവര റിപ്പോർട്ടാണല്ലോ. അതിപ്പോ പോലീസ് അപ്പോ വെളിവാകുന്ന കാര്യം എന്ത് എന്ന് എഴുതി വെക്കുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആരാണ് കേസ് എടുക്കേണ്ടത്? ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ. ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന്, തിരുത്താനും തയ്യാറാണെന്ന്, എനിക്ക് മടിയില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് തിരുത്തിക്കോളൂ. ഇങ്ങനെ പറഞ്ഞു പോയി കേട്ടോണ്ടിരിക്കുന്നത് ജ്യോതികുമാർ നിൽക്കൂ. ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പോലും താങ്കൾ ഈ ജനങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന അറിവുള്ള കേസിനെ സംബന്ധിച്ച് ബേസിക് അറിയാവുന്നവരെ പോലും തെറ്റിദ്ധരിപ്പിക്കരുത്. FIR ഇട്ടതിന് ശേഷമാണ് FIS എടുക്കുന്നത്. അത് അതിനെ സംബന്ധിച്ച് പോലും താങ്കൾ അറിയില്ലെങ്കിൽ പിന്നെ താങ്കൾ ആ ഭാഗം പറയാതിരിക്കും. ഞാൻ പറഞ്ഞ അതല്ലല്ലോ സാർ. താങ്കൾ അത് തന്നെയാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജ്യോതികുമാർ താങ്കൾക്ക് അറിയാമല്ലോ, എന്നെ അറിയുന്ന ആളാണല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് താങ്കൾ സ്ഥാപിച്ചോളൂ, ഞാൻ ഉൾക്കൊണ്ടോളാം. അതുവരെയുള്ള ഒരു ക്ഷമിക്കാനുള്ള ആ ഒരു സഹിഷ്ണുത കാണിക്കും. നമ്മൾ രണ്ടുപേരും പറയുന്നത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നേ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഇരിക്കട്ടെ. കേൾക്കുന്നുണ്ടല്ലോ. താങ്കൾ എന്നെ തിരുത്തുന്നതും ഞാൻ പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് പറയുന്നതൊക്കെ ജനങ്ങൾ, പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് അവരുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. അതല്ലേ നല്ലത്, അതല്ലേ നമ്മുടെ ചർച്ചയുടെ ഒരു അതാണല്ലോ ഹെൽത്തി ഡിബേറ്റ് നല്ലത്. എപ്പോഴും അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞ ഇതാണ്, പോലീസ് കേസ് എടുക്കണമെങ്കിൽ പോലീസിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗം എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ അത് FIR എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതങ്ങനെ ആവട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടും കൺഫേം ചെയ്തിട്ടുമാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ വെറുതെ എൻ്റെ തലയിൽ ഉദിച്ച ചില ആശയങ്ങൾ ഇവിടെ വന്ന് വിളമ്പുന്ന ആളല്ല എന്നുള്ള അഭിലാഷണെങ്കിലും മിനിമം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് വിഡ്ഢിത്തരമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ താങ്കൾ തിരുത്തിക്കോളും, ഞാൻ ഉൾക്കൊണ്ടോളാം. അത് വേറെ കാര്യം. അപ്പോൾ അത്തരത്തിൽ പോലീസിന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ട് പോലീസ് കേസ് എടുക്കണം. കേസ് എടുക്കുന്നത് കൊണ്ട് ഇയാൾ രഞ്ജിത്ത് നാളെ രാജിവെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴും ഇപ്പോഴും അങ്ങനെയല്ല പറയുന്നത്. അത് രാജിവെക്കുമായിരിക്കാം, വെക്കാതിരിക്കുമായിരിക്കാം. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ രാജിവെക്കും എന്ന് തന്നെയാണ് അക്കാദമി അംഗമായ അരുണിൻ്റെ ഉറച്ച ധാരണ. അതാണ്, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ അറിവാണ് അദ്ദേഹം പറഞ്ഞത്. രാജിവെക്കട്ടെ. ഞാൻ ഇന്നത്തെ കോൺടെക്സ്റ്റിലുള്ള ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നാളെ രാജിവെക്കുമായിരിക്കാം. ഇപ്പോൾ ജോഷി ജോസഫ് അവിടുത്തെ കാര്യങ്ങളിൽ ലൈവായിട്ട് നിൽക്കുന്ന ആളാണ് ഈ കേസിലടക്കം. അദ്ദേഹം രഞ്ജിത്തുമായിട്ട് പേഴ്സണലി ബന്ധമുള്ള ആളുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൊൽക്കത്ത ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ നടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവരെ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ, അതാണ് ഇങ്ങനെ വഷളാക്കുന്നത്. അങ്ങനെ സോറി പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമേ ഉള്ളെങ്കിൽ അതൊക്കെ എന്തിനാണ് ഈ രഞ്ജിത്ത് ഇങ്ങനെ വഷളാക്കുന്നത് എന്ന ചോദ്യമേ എനിക്ക് ചോദിക്കാൻ കഴിയൂ. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളുമാണ്. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യണ്ടേ? ഇന്ന് ഒരു മാധ്യമത്തോട് ഈ വ്യക്തി പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ ഖേദപ്രകടനം വേണ്ടേ? അല്ലാതെ രഞ്ജിത്ത് എന്താണ് പറയുന്നത്? ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചതിനപ്പുറം യാതൊന്നും ഉണ്ടായിട്ടില്ല. ഇവരെൻ്റെ സിനിമയുടെ ഓഡീഷന് വേണ്ടി വന്നു, അപ്പോൾ നോക്കുമ്പോൾ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ തന്നെ ശങ്കർ രാമകൃഷ്ണനോട് വേണ്ടാന്ന് പറഞ്ഞു. ശങ്കർ രാമകൃഷ്ണൻ ഇവരെ പറഞ്ഞു വിട്ടു. ഇതാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അട്രോസിറ്റി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയെന്നാണ് ഈ ശ്രീലേഖ മിത്രയും പറയുന്നത്. അതിനൊന്നും ഉള്ള സന്നദ്ധത പക്ഷേ രഞ്ജിത്തിനില്ല. അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആർജവം സർക്കാരിനുമില്ല. അദ്ദേഹം ആ പദവിയിൽ തുടരട്ടെ, മഹാനായ സംവിധായകനല്ലേ എന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത്. അത് സാംസ്കാരിക മന്ത്രി എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ശരി, ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിൽ ജോഷി ജോസഫിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാമ്പും കഴമ്പും ഉണ്ടല്ലോ. ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ എന്ന് ജോഷി ജോസഫിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വസ്തുതകളില്ലേ, കാമ്പില്ലേ, കഴമ്പില്ലേ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനേ എനിക്ക് കഴിയൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ, ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നു, അത് ചെറിയൊരു സ്ഥാപനത്തിൻ്റെ അല്ല, സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അതിൻ്റെ സാരഥിയെക്കെതിരെയാണ് ഇങ്ങനൊരു പരാതി വരുന്നത്, വിമർശനം വരുന്നത്. അത് രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നു. ശരി. അപ്പോൾ അവരുമായി നേരിട്ട് ബന്ധമുള്ള ജോഷി ജോസഫ് ഈ ചർച്ചയിൽ തന്നെ പറയുകയാണ്, ഒരു സോറിയിൽ തീരുന്ന കാര്യമുള്ളൂ, പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം വേറെ രൂപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല
ശ്രീ രഞ്ജിത്ത് എന്ന് തന്നെ ജയചന്ദ്രൻ എന്ന് ഞാൻ പറയൂ. ശരി, ഓക്കെ. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ നമ്മള് ഈ വേറൊരു പെൺകുട്ടിയുടെ അവരുടെ അനുഭവങ്ങളുടെ തുറന്നു പറച്ചിൽ കണ്ടു. ഇങ്ങനെ ഒരുപാട് പേർ വരുന്നേക്കാം. ഇപ്പോൾ 2019 കിട്ടിയ റിപ്പോർട്ടാണ്. 2019 ഈ പെൺകുട്ടി ആദ്യമായി പരാതി പറഞ്ഞത്. ഇതൊരു സിസ്റ്റമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ റിപ്പോർട്ട് ഏമാ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന മനോഭാവമാണോ സർക്കാരിന്? നോക്കൂ, ഞാൻ ഇപ്പോൾ ആ പെൺകുട്ടി അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണെന്ന് താങ്കൾ പറയുന്നു. ഞാനപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയത് ശ്രീ സിദ്ദിഖ് ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനമാണ്. അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും എന്നാൽ പിന്നീട് അതേ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീഷ് തിരുത്തുകയും ചെയ്തിട്ടുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു ആണ് ഈ റിപ്പോർട്ടിലുള്ളത്, ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാകാം എന്നാണ് ശ്രീ സിദ്ദിഖ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അല്ലേ? ആ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് മാറ്റിവെക്കേണ്ടതല്ല പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്ന് ശ്രീ ജഗദീഷ് തിരുത്തുകയും ചെയ്തു. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല ആണ് എന്ന് വാദിക്കുന്ന ശ്രീ സിദ്ദിഖിനെ സംബന്ധിച്ച് ഇന്നത്തെ വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യത കൂടിയാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇനി പിന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച പെൺകുട്ടി സഹോദരി അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്ത് പിന്നീട് അത് FIR ഇട്ട് പിന്നീട് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തുടർ നടപടികളുമായി പോകേണ്ടതാണ്. അപ്പോൾ ഇത് അവർ നേരത്തെ വെളിപ്പെടുത്തി, ഞാനത് എന്തായാലും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നില്ല. അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് നേരത്തെ നീതി ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ വീണ്ടും ഈ വെളിപ്പെടുത്തലുമായി വരേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരാതികളെ സംബന്ധിച്ച് പലപ്പോഴും പല ഫോറങ്ങളിലും അത് പലരും അറിയിച്ചിട്ടുണ്ടാകാം. അതിലൊന്നും നടപടി ഉണ്ടാകാത്തത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റി വന്നപ്പോൾ ആ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഇവർ ഇങ്ങനെ ചിലരെങ്കിലും പലരും ഇപ്പോഴും മൗനം പാലിക്കുന്നവരുണ്ടാകാം, നേരിട്ട് പോയി ഇത്തരത്തിൽ അവരുടെ ദുരനുഭവം പറഞ്ഞിട്ടുള്ളത്. ആ ദുരനുഭവം പറയുകയും അതിൽ തെളിവുകൾ കൂടി അവർ ഹാജരാക്കുകയും ചെയ്തതിന് ശേഷം, ഞാൻ വീണ്ടും ആവർത്തിക്കും, തെളിവുകൾ കൂടി ഹാജരാക്കി എന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെളിവുകൾ കൂടി ഹാജരാക്കിയതിന് ശേഷവും ഇപ്പോൾ സർക്കാരിൻ്റെ വാദഗതി എന്താണ്? നിങ്ങൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കൂ, അത് അപ്പോൾ പരാതിക്കാർ രംഗത്ത് വരൂ, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കൂ, എവിടെ വെച്ചാണ് എന്താണെന്ന് സംബന്ധിച്ച് നിങ്ങൾ വീണ്ടും വിവരം കൊടുക്കൂ. അപ്പോൾ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ രഹസ്യമായി, ഇപ്പോൾ നമ്മളെന്താ പറയുന്നത്, അതിജീവിതയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുതെന്നാണ്. അവർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന പരിപൂർണമായ വിശ്വാസത്തിൻ്റെ പുറത്ത്, ഉറപ്പിൻ്റെ പുറത്ത് അവർ ഒരു കമ്മീഷന് മുന്നിൽ, ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി, ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരു വനിത കൂടിയായ ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ പോയി ഇത് പറഞ്ഞതിന് ശേഷവും അവർക്കിത് ബോധ്യപ്പെട്ടതിന് ശേഷവും അവർ തെളിവുകൾ കണ്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അവരുടെ ഇലക്ട്രോണിക് എവിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷവും അതുൾപ്പെടെ കൊടുത്തതിന് ശേഷവും ഇനിയും നിങ്ങൾ പരാതിയായി വരൂ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധ മനോഭാവം അല്ലാതെ മറ്റെന്താണ് അവിടെ പ്രകടമാകുന്നത്? ചർച്ച അവസാന മിനിറ്റിലാണ്. ജോഷി ജോസഫ്, നേരത്തെ താങ്കൾ പറഞ്ഞു, അതായത് ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീരുമാനിക്കുന്ന പ്രശ്നം എന്ന കാര്യത്തിലാണ് ശ്രീ ജയചന്ദ്രൻ അഭിപ്രായം പറഞ്ഞത്. അതിലൊന്ന് താങ്കൾക്ക് വിശദീകരിക്കാൻ ശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. അല്ല, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഇന്നത്തെ വളരെ കാൻഡിഡ് ആയിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ അതായത് ഒരു ബിറ്റർ ഫീലിംഗ് അവർ ക്യാരി ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ഹർട്ട്. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിലുണ്ടായ ഈ സാഹചര്യത്തിൽ അവർ 14-15 വർഷത്തിന് ശേഷം അവർ ഉണ്ടായ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു സോറി ഉണ്ട്. ആ സോറി കൊടുക്കാത്തതിൽ നിന്നുള്ള സ്വാഭാവികമായും ഇനി അത് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടത്, അവരുടെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ കണ്ട അവർ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സോറി പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം നാളെ കാലത്തെ വരെ അത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇന്ന് ഞാൻ കണ്ട കാര്യം അതാണ്. തീർച്ചയായും. എന്തായാലും സർക്കാർ നിയമപരമായ പരിഹാരങ്ങളിലേക്ക് കടക്കട്ടെ, അതിജീവിതമാർക്കെല്ലാം നീതി കിട്ടട്ടെ. വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.